സരിതയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലേ? പേടിയൊക്കെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. പിന്നെ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടാനുണ്ടെങ്കിലല്ലേ പേടി വരത്തുള്ളൂ. ശരിയാ. പണ്ട് ഞാൻ എന്തോരം ഒറ്റയ്ക്ക് കിടന്നിരിക്കുന്നു. ജോർജ് കുട്ടിയാണെങ്കിൽ മിക്ക ദിവസവും കേബിൾ TV ഓഫീസിലായിരുന്നു കിടപ്പ്. ഞാനും പിള്ളേരും തനിയെ എവിടെയും. ഇപ്പൊ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റുന്നില്ല. പിന്നെ ജോർജ് കുട്ടി ഇപ്പൊ അങ്ങനെ പോവാറുമില്ല. ആ സംഭവത്തിന് ശേഷമായിരിക്കും അല്ലേ? ആ, സരിത അത് വിളിച്ച് ചോദിച്ചായിരുന്നോ? അത് നമുക്ക് വേറെ നല്ല കേസ് നോക്കാം ചേച്ചി. എന്തു പറ്റി? അത് നല്ല കേസാന്നല്ലേ പറഞ്ഞത്? അത് എന്താണേലും എന്നോട് പറഞ്ഞു. ചേച്ചി അത് അവരിവിടേക്ക് അന്വേഷിച്ചായിരുന്നു. എന്നിട്ട് എന്താ സരിത, കാര്യം പറ. ചേച്ചി, ഞാനിവിടെ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഏറ്റവും സ്നേഹം അടുപ്പം തോന്നിയിട്ടുള്ളത് ഈ കുടുംബത്തോടാ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. എന്റെ ഒരു അനിയത്തിയായിട്ടാ ഞാൻ സരിതയെ കാണുന്നത്. ചേച്ചി, നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ഏറ്റവും അവസാനം നമ്മളായിരിക്കും അറിയാം. ചിലപ്പോ നമ്മൾ അറിഞ്ഞില്ലാന്നും വരും. ആരെന്തു പറഞ്ഞു? അത് നാട്ടിൽ പരക്കെയൊരു സംസാരമുണ്ട്. നമ്മുടെ അഞ്ചുമോളും ആ പയ്യനും തമ്മിൽ അരുതാത്തൊരു ബന്ധം ഉണ്ടായിരുന്നെന്നും അന്ന് രാത്രിയിൽ അവരെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തില് ജോർജ് കുട്ടി ചേട്ടൻ കണ്ടുവെന്നും അതുകൊണ്ടാ ജോർജ് കുട്ടി ചേട്ടന് പയ്യൻ പാവമായിരുന്നെന്നും നമ്മുടെ അഞ്ചുമോളാണ് ആ പയ്യനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയില്ല. ഇതൊക്കെ നോണയാ. അഞ്ചുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനൊരു വൃത്തിയിട്ടവനായിരുന്നു. അതുകൊണ്ട്